ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നേരത്തെ പഠിച്ച ഫോർമുലാസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കുക. വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ. ആ ലൈൻ കടന്നു പോകുന്നത് വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് the line segment joining P0 minus 4 and B80. അപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റ് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ ഒറിജിൻ. ആ പിന്നെ ലൈൻ ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന പി എന്ന് പറഞ്ഞ പോയിന്റ് 0 minus 4. ഇവിടെ ഇരിക്കട്ടെ 0 minus 4 റഫ് മതി. പി എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് 80. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിൽ കൂടെ ആണ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈൻ കടന്നു പോകുന്നത്. മിഡ് പോയിന്റ് നടുക്കലത്തെ പോയിന്റിൽ കൂടെ നടുക്കൂടാണ് കടന്നു എന്താ. അപ്പം ഈ ലൈൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ വിച്ച് പാസസ് ത്രൂ ഒറിജിൻ. ഒറിജിന്റെ കോർഡിനേറ്റ്സ് എന്തോ നമുക്കറിയാം 0 0. സ്ലോപ്പ് കാണണമെങ്കിൽ ഒന്നീ ആംഗിൾ വേണം, അല്ലെങ്കിൽ 2 പോയിന്റ് വേണം. ഒറിജിൻ ഇപ്പൊ ഈ ലൈനകത്ത് ഒരു പോയിന്റേ ഉള്ളൂ. 0 0 ലൈനകത്ത് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് ഏതാ? അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഈ എ എന്നിരിക്കട്ടെ. ആ എ എന്ന് വെച്ചാൽ ഈ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈൻ ഈ സെഗ്മെന്റിന്റെ പി ബിയുടെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ മിഡ് പോയിന്റ് ഓഫ് പി ബി വേണം. മിഡ് പോയിന്റ് ഓഫ് പി ബിയുടെ മിഡ് പോയിന്റ് വേണം. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? പി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കണം, ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കണം, അതിന്റെ മിഡ് പോയിന്റ് എടുക്കണം. അതായത് x1 y1 ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് x2 y2 ആണ്. മിഡ് പോയിന്റിന്റെ ഫോർമുല എന്തുവാ? x1 പ്ലസ് x2 y2 y1 പ്ലസ് y2 y2. ഇതാണ് മിഡ് പോയിന്റിന്റെ ഫോർമുല. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പോയിന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് x1 പ്ലസ് x2 0 പ്ലസ് 8/2 മൈനസ് 4 പ്ലസ് 0/2. ദാറ്റ് ഈസ് 8/2 മൈനസ് 4/2. അപ്പോൾ പോയിന്റ് കിട്ടി 4 മൈനസ് 2. അപ്പോൾ ഈ പോയിന്റ് ഇപ്പോൾ എനിക്ക് കിട്ടി 4 മൈനസ് 2. ഇനി ഇതിന്റെ സ്ലോപ്പ് കാണാൻ പാടുന്ന 2 പോയിന്റ് ഉണ്ട്. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ 0 0 ആൻഡ് 4 മൈനസ് 2. We have to find the slope of the line which passes through the origin. Origin means 0 0. അപ്പോൾ സ്ലോപ്പ് കാണാൻ 2 പോയിന്റ് എന്നാൽ നമ്മുടെ സ്ലോപ്പ് കാണുന്ന ഫോർമുല എന്തുവാ? സ്ലോപ്പ് is equal to y2 minus y1 by x2 minus x1. y2 difference of y coordinate by difference of x coordinate 2 minus 0 by 4 minus 0 2/4. that is 1/2. അങ്ങനെ സ്ലോപ്പ് എത്ര കിട്ടി? സ്ലോപ്പ് 1/2. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളത് 4 minus 2 ആണ്. സോറി 4 minus 2 ആണ്. 4 minus 2. അപ്പോൾ സ്ലോപ്പ് വരുമ്പോൾ -2 എന്നുള്ളത് -1/2. ഓക്കെ, -1/2. അടുത്ത ക്വസ്റ്റ്യൻ. Without using Pythagoras theorem, show that the points 4 4 3 5 and -1 are the vertices of a right-angled triangle. അതായത് പൈതഗോറസ് തിയറം ഉപയോഗിക്കാതെ ഇത് റൈറ്റ് ആംഗിളിന്റെ വെർട്ടിസസ്. ഞാൻ ജസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഏത് ആംഗിൾ 90 എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ചുമ്മാ ഞാനൊരു ABC എന്ന് വരയ്ക്കുക. ഏതാണെന്ന് അറിയില്ല, വെറുതെ A 4 4, അടുത്ത B എന്ന് പറഞ്ഞ പോയിന്റ് 35, അടുത്ത C എന്ന് പറഞ്ഞ പോയിന്റ്. ഇഷ്ടമുള്ളടത്ത് നിങ്ങൾക്ക് വെർട്ടെക്സ് കൊടുത്താൽ മതി. നിങ്ങൾ മനസ്സിലായോ? ഒരു പടം വരച്ചു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത അറിയോ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ എന്തുവാ? വലിയ വശത്തിന്റെ സ്ക്വയർ, അതായത് ഏറ്റവും വലിയ വശത്തിന്റെ സ്ക്വയർ ബാക്കി 2 വശങ്ങളുടെ സ്ക്വയറിന് തുല്യമായിരിക്കും. ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് വേണ്ട, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്ങനെയാ? അപ്പം ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് എപ്പോഴും റൈറ്റ്, പക്ഷെ വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത്. വിത്തൗട്ട് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാതെ ചെയ്യണം. അപ്പം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. എയും സിയും 2 പോയിന്റ് എന്ന ദൂരം കാണാം. എന്നിട്ട് ഏറ്റവും വലിയൊരു ദൂരം 3 ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഏറ്റവും വലിയ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ മറ്റ് ഡിസ്റ്റൻസുകളുടെ സ്ക്വയറിന്റെ സമ്മിന് സമമാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതൊരു മെത്തേഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അടുത്ത വേറൊരു രീതി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാതെ ചെയ്യാൻ പറയാൻ നമുക്ക് സ്ലോപ്പ് വെച്ച് ചെയ്യും.
രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ സ്ലോപ്പും അറിയാം, ഇതിൻ്റെ സ്ലോപ്പും അറിയാം. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ -1 കിട്ടിയ പ്രോഡക്റ്റ് -1 ആണ്. അവിടെ ആംഗിൾ 90 ആവുന്നല്ലേ. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഏതാണെന്ന് അറിഞ്ഞുകൂടാ, ഏത് രണ്ട് സെഗ്മെന്റ് എ സി ബി സിന്റെ സ്ലോപ്പ് ഗുണിക്കുമ്പോഴാണ് -1 എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി നമുക്ക് കാണാം. സ്ലോപ്പ് ഓഫ് എ ബിയുടെ സ്ലോപ്പ് കാണുക. എയും ആദ്യത്തെ പോയിന്റ് എ നമ്മൾ കൊടുക്കുക, രണ്ടാമത്തെ പോയിന്റ് ബി എന്ന് കൊടുക്കുക. എന്നിട്ട് സ്ലോപ്പ് കാണാൻ x1 y1 x2 y2. സ്ലോപ്പിന്റെ ഫോർമുല എന്തുവാ? y2 - y1 x2 - x1. y2 - y1 x2 - x1. That is 1 by -1. -1 1 അല്ലേ, പ്ലസ് ബൈ മൈനസ് എത്ര? -1 എന്ന് കിട്ടി. ഇനി അടുത്ത സ്ലോപ്പ് ഓഫ് എ സി കാണാം. സ്ലോപ്പ് ഓഫ് എ സിയോ ബി സിയോ ഇഷ്ടമുള്ളത് കാണാം. ആരെ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് -1 കിട്ടുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ സിയുടെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ എ എടുക്കുക, സി എടുക്കുക. സ്ലോപ്പ് x2 - x1. That is ഇത് x1 y1. അടുത്ത പോയിന്റ് x2 y2. സോറി y2 - y1. y2 - y1 x2 - x1. -5 by -5. അപ്പോൾ അത് +1. അത് രണ്ടും ഗുണിച്ചാൽ -1 കിട്ടുമല്ലോ. അപ്പോൾ അത് രണ്ടും പെർപെൻഡിക്കുലർ. അപ്പം അടുത്ത ബി സിയുടെ ആണെന്നെങ്കിൽ ചിലപ്പോൾ ഗുണിച്ചാൽ -1 കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അടുത്തത് കാണും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഭാഗ്യത്തിന് എ സിയുടെ തന്നെ സ്ലോപ്പ് തന്നെ 1 കിട്ടി. അങ്ങനെ രണ്ടുകൂടെ ഗുണിച്ചാൽ -1 കിട്ടും. അപ്പോൾ നമ്മൾ എഴുതണം സ്ലോപ്പ് ഓഫ് എ ബി ഇൻറ്റു സ്ലോപ്പ് ഓഫ് എ സി മൾട്ടിപ്ലൈ ചെയ്തപ്പം രണ്ടും കൂടെ -1 കിട്ടും. പ്രോഡക്റ്റ് ഓഫ് ദ സ്ലോപ്പ്. അതായത് അല്ലേ, therefore AB is perpendicular to AC. കണ്ടോ, AB ആണ് AC-ക്ക് പെർപെൻഡിക്കുലർ. AB AC ആണ് പെർപെൻഡിക്കുലർ. അപ്പോൾ A ആണ് 90, ആംഗിൾ A 90 എന്ന് കിട്ടി. കണ്ടോ, എക്ക് എതിർവശം കിടക്കുന്ന ബി സി ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ്, 90 ഡിഗ്രിക്ക് എതിര് കിടക്കുന്നതായിരിക്കും ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Find the value of x for which the points x - 1, 2, 1, 4, 5 are collinear. Collinear എന്ന് വെച്ചാൽ കോമൺ ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് കൊളിനിയർ. അപ്പോൾ 3 പോയിന്റ് ഒരേ ലൈനിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ പല രീതിയിൽ കൊളിനിയർ തെളിയിക്കാം. എ ബി സി കോമൺ ലൈനിൽ കൊളിനിയർ പോയിന്റ്സ് കൊളിനിയർ ആണെങ്കിൽ പല രീതിയുണ്ട് അത് തെളിയിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള രീതി തെളിയിക്കാനാണെങ്കിൽ ഇത് തെളിയിക്കാനല്ല, എക്സ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ എക്സിൻ്റെ വില അവിടെ ഉണ്ടെങ്കിൽ കൊളിനിയർ തെളിയിക്കാനുള്ള പ്രോബ്ലം ആയിരുന്നെങ്കിൽ, കൊളിനിയർ തെളിയിക്കാനല്ല ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നമ്മൾ പ്രൂവ് ദാറ്റ് പോയിന്റ്സ് ആർ കൊളിനിയർ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് എ ബി സി എന്ന് പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ എ ബി ദൂരം കാണും, ബി സി ദൂരം കാണും, എ സി ദൂരം കാണും. അപ്പം നമ്മൾ 3 ദൂരവും കണ്ടുവച്ചു. നമുക്ക് ഇതിന് ചിലപ്പം ഇപ്പം 10 എന്ന് കിട്ടി, ഇത് 8 എന്ന് കിട്ടി, ഇത് 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 + 8 = 10 ഇല്ലേ? അപ്പോൾ കൊളിനിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ദൂരം ചെറിയ 2 ദൂരയുടെ കൂട്ടത്തിന് സമമാണെങ്കിൽ ഒരു ലൈനിൽ കിടന്നാൽ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അപ്പോൾ കൊളിനിയർ തെളിയിക്കാൻ ഒരു മാർഗം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഏതെങ്കിലും 2 ഡിസ്റ്റൻസ് എ ബിയും ബി സിയും കൂടെ കൂട്ടുമ്പോൾ എ സി കിട്ടിയാൽ കൊളിനിയർ. അത് ഫസ്റ്റ് ഒരു ടൈം. അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾക്കറിയാം. 3 പോയിന്റ്, ഒന്നാമത്തെ x1 y1, രണ്ടാമത്തെ x2 y2, മൂന്നാമത്തെ x3 y3 എന്നൊക്കെ പേര് കൊടുത്തിട്ട് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. x1 × y2 - y3 + x2 × y3 - y1 + x3 × y1 - y2. ഇതിന് 0 കിട്ടുവാണെങ്കിൽ കൊളിനിയർ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 0 കിട്ടിയാണെങ്കിൽ കൊളിനിയർ തെളിയിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കൊളിനിയർ തെളിയിക്കാം. അതാ ഡിസ്റ്റൻസ് ഫോർമുലയാണ് എളുപ്പം, ഡിസ്റ്റൻസ് ഫോർമുല. പക്ഷേ ഇവിടെ നമ്മൾ സ്ലോപ്പ് ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ ആ സ്ലോപ്പ് കൊളിനിയർ ആണെങ്കിൽ കൊളിനിയർ ഒരേ ലൈനിൽ കിടന്ന ഈ എ ബിയുടെ അതേ സ്ലോപ്പ് ആയിരിക്കും എ സിക്ക് അല്ലേ? ഒരേ ചരിവല്ലേ? 3 പോയിന്റ്സ് ഒരു ലൈനിൽ കിടക്കുക. എ ബി സി 3 പോയിന്റ്സ് ഒരു ലൈനിൽ കിടന്ന എ സി കൂടെ ഉള്ള ലൈനിൻ്റെ സ്ലോപ്പും ബി സി കൂടെ ഉള്ള ലൈനിൻ്റെ സ്ലോപ്പും എ ബി കൂടെ ഉള്ള എല്ലാത്തിൻ്റെ സ്ലോപ്പ് ഈക്വൽ. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയും തെളിയിക്കാം. അപ്പോൾ കൊളിനിയർ വേറൊരു മാർഗം സ്ലോപ്പ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സി എന്നോ സ്ലോപ്പ് ഓഫ് ബി സി എന്നോ, അത് കൊളിനിയർ തെളിയിക്കും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. 3 പോയിന്റ്സ് തന്നിട്ടില്ല എക്സ് എന്നാണ്. അപ്പോൾ ഈ 3 പോയിന്റ് കൊളിനിയർ ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ ചോദ്യം. ഇഫ് ദ പോയിന്റ്സ് ആർ കൊളിനിയർ ഫൈൻഡ് എക്സ്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് ഓഫ് എ, ഇത് എ എന്നെടുക്കുന്നു, ഇത് ബി എന്നെടുക്കുന്നു, ഇത് സി എന്നെടുക്കുന്നു. സ്ലോപ്പ് ഓഫ് എ ബി ഞാൻ കണ്ടുപിടിക്കാൻ പോകും. സ്ലോപ്പ് ഓഫ് എ ബി നിങ്ങൾ എ ബി കണ്ടുപിടിക്കുമ്പോൾ എ ബി എടുക്കുമ്പോൾ എ ഫസ്റ്റ് പോയിന്റ്, ബി സെക്കൻഡ് പോയിന്റ് എടുക്കുക,
ഇത് x1y1, ഇത് x2y2. സ്ലോപ്പിന്റെ ഫോർമുല ഒരു സ്ഥലത്തെങ്കിലും ഫോർമുല എഴുതാൻ ശ്രദ്ധിക്കുക. y2 minus y1 by x2 minus x1. y2 minus y1 by x2 minus x1. That is 1 minus minus 1 plus 1 ആയി. ഇതാ സ്ലോപ്പ് ഓഫ് എ ബി. ഇനി സ്ലോപ്പ് ഓഫ് എ സി ഞാൻ എടുക്കുന്നില്ല, കാര്യം അതിനകത്ത് വീണ്ടും എക്സ് വരുന്നില്ല, എടുത്താലും ഒരു കുഴപ്പമില്ല. സ്ലോപ്പ് ഓഫ് ബി സി എടുക്കാം. ബി സിക്കകത്ത് എക്സ് ഒന്നും ഇല്ലല്ലോ, ഒരു ഇക്വേഷന് വേണ്ടിയാണ്. സ്ലോപ്പ് ഓഫ് ബി സി എടുക്കാം. അപ്പോൾ ബി സി എടുക്കുമ്പം നമ്മൾ ആ പോയിന്റ് എടുക്കുക, 2 1 ഏതാ ബിയും സിയും പോയിന്റ് എടുത്ത് ഇത് x1y1, അത് x2y2. ഇഷ്ടമുള്ള 2 പോയിന്റ് എടുക്കുക, 2 പോയിന്റ് പേര് കൊടുക്കുക. സ്ലോപ്പ് y2 minus y1 by x2 minus x1, 4/2. ഈ 2 സ്ലോപ്പ് ഈക്വൽ ആണ്. Because given that the points are collinear, we have slope of AB is equal to slope of BC. Slope of BC. അപ്പോൾ collinear ആയതുകൊണ്ട് collinear. Therefore, slope of AB is equal to slope of BC. Slope of AB എന്തുവാ? 2/2 minus x. Slope of BC 2. ഇത് രണ്ട് തുല്യമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 is equal to 2 into 2 minus x. ഇങ്ങനെ തന്നെ എഴുതണം. That is 2 വേണേ ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് പോകും. അറിയാലോ, ഇത് താഴെ 2 വരുമ്പോൾ 2/2. 1 is equal to 2 minus x എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ 4 minus 2x. ഇനി എക്സിന്റെ വിലയിലെ 2x ഇങ്ങോട്ട് പോവാം, പ്ലസ് 2x ആവും 4 minus 2. That is 2x is equal to 2. അങ്ങനെ x is equal to 2/2. That is 1. അപ്പം ഈ പോയിന്റ്സ് കൊളിനിയർ ആണെങ്കിൽ എക്സിന്റെ വില എത്ര? 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ.